ശരീരത്തിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കാണിക്കുന്ന ഒരു വല്ലാത്ത ലഹരിയാവുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ ഡെലൂയിസ് എടുത്താലും ക്രിസ്ത്യൻ ബെയിലിനൊക്കെ തന്നെ ഈ ശരീരം ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ സിനിമയിലും പരീക്ഷിക്കുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം ഇതിന് വല്ലാത്തൊരു പെയിനും ഉണ്ടല്ലോ ഇതിൻ്റെ പിറകിൽ. ഇത് ആസ്വദിക്കുന്നുണ്ടോ ശരിക്കും ഓരോ സമയത്തും? അത് ആസ്വദിക്കുന്നില്ല, റിസൾട്ട് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. പ്രോസസ്സ് അത്രയ്ക്ക് ആസ്വാദ്യകരമല്ല. പക്ഷെ ഞാനത് ഓരോ സിനിമയ്ക്കും അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് കുറെ കാലം ബ്രേക്ക് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് അതിൻ്റെ മുമ്പത്തെ സിനിമയുടെ സമയത്ത് തന്നെ തുടങ്ങും. അതിപ്പോൾ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രെയിൻ ചെയ്യണമെങ്കിലും ഒക്കെ ആ പ്രോസസ്സ് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതല്ല ആ പ്രോസസ്സ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭക്ഷണം പലപ്പോഴും ഈ പടത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ മധുരമോ അങ്ങനത്തെ കാര്യങ്ങളല്ല കൂടുതൽ ഇതിനകത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബൾക്കിങ് ഞാൻ ചെയ്യാറില്ല. അത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നാണ്. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെങ്കിലും ഹെൽത്തി ആയിട്ട് നാച്ചുറലായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. പക്ഷെ ആ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ശാരീരിക അധ്വാനം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ പുറത്ത് ആൾക്കാരെങ്ങനെ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നടക്കാനും ഓടാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളതിനേക്കാളും ഇഷ്ടം കിടക്കാനാണ്. അത്രയും മടിയുള്ള ആളാണ്. പക്ഷെ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കാനായിട്ടൊരു മോട്ടിവേഷൻ വരുമല്ലോ. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇത് ചെയ്ത് നമുക്കിതിന് ഇപ്പം എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ട്രെയിനർ വിളിക്കുമ്പോൾ എത്ര ദിവസം ഒഴിവൊഴിവ് പറയും. ഇപ്പൊ എൻ്റെ ഇല്ല, സ്റ്റോക്കില്ല പറയാനുള്ള ഒഴിവൊഴിവൊന്നും. പിന്നെ പുള്ളി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ ഭയങ്കര നൈറ്റ് ഷൂട്ടും ഞാൻ തളർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഉറങ്ങിക്കോ, ഇന്ന് വർക്കൗട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്കമാണ് വർക്കൗട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രെയിനറും കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഈ ഭക്ഷണവും വ്യായാമവും ഒക്കെ മാറിയിട്ടുണ്ട്. സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഈ കണ്ട നാളുകൾക്കിടയിൽ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മസിൽ സോർനെസ്സും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ എനിക്കും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ റിസൾട്ട് മുന്നിൽ കണ്ടിട്ട് അതാണ് നമ്മുടെ മോട്ടിവേഷൻ. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് എന്ത് മാറ്റം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ ഒരു 1 extra mile നമ്മൾ സ്വയം പുഷ് ചെയ്ത് ചെയ്യുന്നത്. സംബന്ധിച്ചിടത്തോളം ഈ സിനിമ നടക്കുന്ന കാലഘട്ടം ഒരു 75 വർഷങ്ങളെങ്കിലും പിറകിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പാൻറ് ഇടാതെ നടക്കുന്ന ആളുകൾ, മലയാളത്തിൻ്റെ അക്ഷരലിപി തന്നെ വേറെ രീതിയിൽ, അല്ലെങ്കിൽ വാക്കുകൾ വേറെ രീതിയിൽ. അപ്പം മാത്രമല്ല ഇതിനകത്ത് ഒരു ഗുരുവും കൂടിയാണല്ലോ, ഒരു മാസ്റ്ററും കൂടിയാണല്ലോ. അപ്പം നമുക്കറിയാത്തൊരു കാലഘട്ടത്തിന് വേണ്ടി ഇപ്പോൾ ബാക്കപ്പ് ഒക്കെ നന്നായിട്ട് എടുത്ത ആക്ടറുകൾ ശ്രീ മമ്മൂക്കയൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അദ്ദേഹം ഈ വടക്കം വീരകഥ ചെയ്യുമ്പോൾ ആ ഡയലോഗ്സ് MT സാറിനെ കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യിപ്പിച്ച് CD-യിലാക്കി കാറിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗംഭീര ഡയലോഗുകൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റേണൽ പ്രോസസ്സ് കൊണ്ടുണ്ടല്ലോ, അത് എത്രമാത്രം അക്കാഡമിക്കായിട്ട് സമീപിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഈ സിനിമയുടെ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് തന്നെ ആവണം ഇവരുടെ മനസ്സിൽ എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷന് ഇവരുടെ സഹായം ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് ഏട്ടനത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1950-60 നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നത് 2026 കാരണം കൊണ്ട് പലതും നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു കല്ലുകടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡയലോഗ് വരുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഉടനെ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ് കാര്യം. കൂട്ടത്തിൽ പ്രായമുള്ള ആൾ പുള്ളി ആയത് കാരണം കൊണ്ട് ഇങ്ങനെ
പഴയ വാക്കുകളെ പറ്റി ഞങ്ങളെക്കാൾ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടും മാത്രമല്ല പുള്ളി നല്ല വായനയും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൾ പരമാവധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ 50s തന്നെ സംസാര രീതി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഈ 75 വർഷത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഭയങ്കരമായിട്ട് നാടകീയമായിട്ടൊക്കെ തോന്നിയേക്കാം ആ വാക്കുകൾ തന്നെ. ഇപ്പോൾ എനിക്ക് ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ വായിച്ചാൽ നമ്മളിപ്പോൾ വളരെയധികം എന്ന് പറയുന്നത് പണ്ട് വളരെ ധാരാളം എന്ന് പറയുന്നൊരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂസേജ് ഇപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊന്നും അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലാതെ അപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.